ജോപ്പാ എടാ ഒന്ന് വേഗം വാടാ. സോറി കുറച്ച് ലേറ്റ് സമയം എത്രയെന്ന് അറിയോ? വണ്ടി കുരിയച്ചറ നമുക്ക് വേണ്ടല്ലോ. താൻ ആ ഹൈവേയിലെ പ്രോപ്പർട്ടി ഒന്ന് നോക്കാം. നോക്കാം. ആൻസൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ജോസഫ് പ്ലീസ്. ഹലോ. ഞങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. അത് ബാംഗ്ലൂർ ബേസ് ചെയ്താണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു പുതിയ പ്രൊഡക്റ്റിന് വേണ്ടിയാണ്. അപ്പച്ചൻ്റെ കാലം മുതലുള്ള ഒരു സംഭവമാണ്. അപ്പച്ചനൊരു ഹെയർ ഓയിൽ മിക്സ് ഉണ്ടായിരുന്നു. അതൊന്നും ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് അതൊന്ന് വീണ്ടും ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം. അന്ന് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? സാറേ, ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളൊരു ബ്രാൻഡിങ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരുമിച്ചൊരു പുതിയൊരു ബ്രാൻഡിങ് കമ്പനി തുടങ്ങിയതാണ്, ബ്രാൻഡിറ്റ് എന്ന് പറഞ്ഞത്. ശശി, ഒരു പുതിയ കമ്പനി വെച്ച് തുടങ്ങിയാൽ നമുക്കത് റിസ്ക് അല്ലേ? സാർ, എനിക്കൊരു 60 സെക്കൻഡ്സ് തരുമോ? ഞാനൊരു കഥ പറഞ്ഞോട്ടെ. ഒരു 20 വർഷം മുമ്പുള്ള സ്റ്റോറിയാണ്. ഒരു ഗ്രാമത്തിലൊരു പയ്യൻ ഇലക്ട്രോണിക്സ് പഠിച്ച് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് ഉണ്ടാക്കി. അതൊരു ബിസിനസ്സാക്കാൻ അപ്പനോട് 50,000 രൂപ കടം ചോദിച്ചു. ഇലക്ട്രോണിക്സ് അറിയാത്ത അച്ഛൻ പുറകിലെ പറമ്പറ്റൊരു 50,000 കൊടുത്തു. ആ മകനൊന്ന് കോടികൾ ബിസിനസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് രംഗത്ത് കിങ്ങായി. ആ കിങ്ങിന് മുമ്പില്ല സാർ ഞങ്ങൾ നേരിക്കുന്നത്. അപ്പന മകനോട് കാണിച്ച വിശ്വാസം ഞങ്ങളോട് കൂടെ കാണിച്ചോളൂ സാർ. ശശി, പിള്ളേരും മർമ്മത്തിൽ പിടിച്ചാണല്ലോ കളി. എന്റെ കേട്ടപ്പോ ഫ്രാൻസ് എന്താ പറയുന്ന? എന്റെ അഭിപ്രായത്തിൽ വേണ്ടെന്നാ തോന്നണേ. എന്നാ ശശി, ഇവർക്കൊരു അവസരം കൊടുക്കാം. സാധനം നന്നായി ചെയ്യാം. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. സംഗതി എഞ്ചിന്റെ കംപ്ലൈന്റ് കാണണേ. പക്ഷെ ഇപ്പൊ ഈ പൊളിക്കുന്ന വണ്ടികളുടെ പാർട്സുകൾ തൃശ്ശൂർ കിട്ടാനില്ല. ഇപ്പൊ ഇക്കാടണം. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ നമ്മള് നേരെ പോണ്ടത് കോയമ്പത്തൂർ ഉക്കടം. ഒരു ഹാഫ് എഞ്ചിൻ നോക്കി വാങ്ങിക്കുക, നേരെ വന്നതിൽ ഫിറ്റ് ചെയ്യുക. ഒരു പണിയില്ല പിന്നെ വേറെ. മോനെ ഓക്കേട്ടാ. അപ്പനെന്താ ഇവിടെ ഇരിക്കണേ? ആ തള്ള ഞങ്ങളെ പുറത്താക്കിയിട്ട് പൂട്ടി. വീടിന്റെ താക്കോല് നിങ്ങളുടെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ടീച്ചറെ, നാളെ പൈസ തരാൻ ബാക്കി. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഇവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവാ. എന്നോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്നാ താക്കോല് പിടി. വാടകയും തരൂല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. വേണ്ട. നീ ആ ബുക്കൊക്കെ എടുത്തേ. നിന്റെ യൂണിഫോം ഒക്കെ എടുത്താ? ആ, പിന്നെ ഇറങ്ങിക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഇവിടെയാണോ നമ്മൾ ഇനി താമസിക്കാൻ പോണേ? ആ, ഇപ്പൊ ഇവിടെ താമസിക്കാം. അപ്പാ, എനിക്ക് വിശക്കണു. അപ്പാ, എനിക്ക് വിശക്കണു. ആ, കേട്ടു. അപ്പനെന്താ വേണ്ട? എന്തെങ്കിലും മേടിച്ചോ? ആടാ പറ. അപ്പറ്റ കളവി നമ്മളെ പുറത്തേക്കാക്കിടാ. എന്താ സീൻ? ഫുഡോ? കുറച്ചും കൂടെ കഷ്ണുള്ള കറിയായ നന്നായിരുന്നു. അപ്പാ, വേഗം കഴിക്ക്, നമുക്ക് ചീട്ട് കളിക്കാനുള്ളല്ലേ. ചീട്ട് കളിക്കാൻ പറ്റിയ സമയം. നീ കളിക്കുന്നില്ലേ? ചെല്ല്. ഇത് പുതിയ ചീറ്റ. എന്താ പുതിയ ചീട്ട്? അയ്യോ കാർഡ്സ്. അയ്യോ കാർഡ്സ് ഇപ്പൊ കളിക്കാൻ പറ്റിയ കളി.
എന്തുകൊണ്ട് കളിയാണത്? ഫുൾ ABCD ആണല്ലോ. ജോമി ചേട്ടാ ഈ കളി ചീറ്റ് പോലെ ഇരിക്കും. ഓ പിന്നെ ഇത് ചീറ്റുമാണ്. ഇതില് വേർഡ്സ് ഉണ്ടാക്കണം. വേർഡ്സ് അതുകൊണ്ടാണ് ABCD ഇതിലിട്ടത്. ഫോൺ എടുത്ത്. ഈ കാർഡ്സ് ഫുള്ള് സെറ്റ് ആയവര് ഇങ്ങനെ കമത്തി വെക്കണം. എന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറയണം. അയ്യോ എന്നാ പറ്റി? ജയിച്ച്. ഓ ജയിച്ചെങ്കിൽ ഇങ്ങനെ പറയണല്ലേ. കാർഡ്സ് കാണിക്കും. സൊല്യൂഷൻസ് ഡാ നാളെ സ്കൂളിൽ പോണ്ടേ? വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. നിനക്ക് നാളെ ജോലി ഒന്നുമില്ലേ? സൊല്യൂഷൻസ്. അത് മാത്രമാണല്ലോ ഇവിടെ ഇല്ലാത്തത്. ഓക്കെ. സാറേ ഫ്രാൻസിന് കളിക്കാണ്ടാവില്ല കേട്ടോ. പൊട്ടിയത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് അത് കുഴപ്പമില്ല. ഓക്കെ ശരി. ഫ്രാൻസേ പോവാം. വാ നമുക്ക് പോവാം. എനിക്ക് സ്റ്റിച്ച് ഇടുമ്പോ അമ്മ പറഞ്ഞല്ലേ കളി നിർത്താൻ. അപ്പൊ എന്താ കളി നിർത്താഞ്ഞേ? അന്ന് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ പേടിച്ചിട്ടാ നിർത്തിയെന്ന് പറയില്ലേ. ഇപ്പോഴാണ് അപ്പൻ്റെ പൈസ ഇല്ലാണ്ടല്ലേ. അത് കുഴപ്പമില്ല. നിനക്കൊരു കഥ അറിയോ? പണ്ടപ്പം ഫുട്ബോൾ സെലക്ഷന് പോയപ്പോൾ കോച്ച് വന്ന് ബോളെടുത്തൊരു ഒറ്റ കിക്ക് മുഖത്ത് വെള്ളം തെളിക്കുമ്പോഴാ അപ്പന് ബോധം വന്ന്. അപ്പം എന്തെവിടെ കൊണ്ടെന്നറിയോ? അപ്പൻ്റെ മുഖത്ത്. അതുകൊണ്ട് ബോൾ കണ്ട അപ്പന് പേടിയായി. പിന്നെ അപ്പം ഫുട്ബോൾ സെലക്ഷനും പോയിട്ടില്ല, എവിടേക്കും പോയിട്ടില്ല. അപ്പാപ്പൻ വിട്ടില്ലേ? അപ്പാപ്പൻ ബോംബെല്ലായിരുന്നേ. അപ്പാപ്പനാണെങ്കിൽ പണ്ട് ഒരു സൈക്കിളോട്ടിന് പോയതാ. സൈക്കിളിന്റെ മുകളിൽ ടബേന്ന് പറഞ്ഞ ഒറ്റ വെച്ച. പിന്നെ അപ്പാപ്പന് ഇതുവരെ സൈക്കിളോട്ടും പഠിച്ചില്ല, ബൈക്ക് ഓടിക്കണം പഠിച്ചില്ല, കാർ ഓടിക്കണം പഠിച്ചില്ല. ആകപ്പാടെ അപ്പാപ്പനെ അറിയുന്നത് ഈ ചീട്ടുകളെയാ. പിന്നെ നീ അതൊന്നും കണ്ടുപിടിക്കണ്ട കേട്ടാ. മനസ്സിലായ? നമുക്ക് കാശൊക്കെ ആകുമ്പോ ഇങ്ങോട്ട് വരാടാ. അതുപോലെ നീ ഞങ്ങളുടെ കൂടെ കളിച്ചു നോക്കടാ. നീ തോറ്റടാ. എന്താ ഇത്? ടീച്ചർ ചീട്ടുകളിയോ? ആരാ ഇവിടെ ചീട്ട് കൊണ്ടുവന്നത്? ആണോ? ഫ്രാൻസ്, stand up. Get out. ഞങ്ങള് കളിച്ചൊന്നുമില്ല ടീച്ചറെ. പേരൻസിനെ കൊണ്ടുവരാതെ ഇനി ക്ലാസ്സിൽ കയറാൻ പറ്റില്ല കേട്ടോ. Get out. Get out. എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. सब लोग एक बात बताइए, बच्चों का सबसे प्यारा जानवर कौन सा है? हाथी.